വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ ടയർ കൊണ്ട് എങ്ങനെ ഒരു സീറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ മുതലേ ഉണ്ടാക്കുന്നത് ഇതാണ് സാധനം. ടയറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ എനിക്ക് കിട്ടിയ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ടയറാട്ടോ ഞാൻ ചെയർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഈ രണ്ട് ടയർ. അതുപോലെ ഇതിനുള്ള ഈ ഹോൾ ഉണ്ടല്ലോ, ഹോൾ ഞാൻ അതിന് മുമ്പ് ഡ്രില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാട്ടോ. അപ്പോൾ ഞാൻ ഡ്രില്ല് ചെയ്ത് കണ്ട് ചെറിയ ബിറ്റിട്ട് ഡ്രില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ ഹോള്. അതുപോലെ ഇങ്ങനെ ഞാൻ അടുത്ത ടയർ ഇത് സൈസ് വരുമ്പോൾ 205, 55, 6, 15 കേട്ടോ. അങ്ങനെ സൈസ് 205, 55, 15 കേട്ടോ. സൈസിൽ അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. ആല വീലിൻ്റെ സൈസുള്ള ടയറാണ്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു കട്ടിങ്ങില്ലേ, അതുപോലെ ഇങ്ങനത്തെ ലൈൻ വരുന്ന ടയറാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലൈനുള്ള അതാകുമ്പോൾ നമുക്ക് ഇതിന് ഹോൾഡാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ റോൾട്ട് ഉണ്ട്, ഈ ലൈനിൽ ഹോൾട്ട് വന്നിട്ടുണ്ട് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് ഈ സെൻട്രലായിട്ട് റോൾ ഇടുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഹോൾഡ് കറക്റ്റ് അളവ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളിയിടുന്ന ടൈമിൽ കള്ളി ഓരോ സൈസ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈനുള്ള ടയർ എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ടയറും 2 ടയറുണ്ട്. ഈ ടയറിൻ്റെ മുകളിൽ ഇത് കയറ്റി വെക്കാൻ നിർത്തിയിട്ടാണ് 2 ടയർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും ചെയ്യും നമുക്ക് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ അടിയിൽ വെക്കുന്ന ടയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഹോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഇതുപോലെ ലൈനിനടുത്ത് ഒരു ഹോൾ ഇട്ടു. അതുപോലെ അതിന് പ്രസ് ചെയ്ത് കണ്ട് ഇവിടെ ഹോളിട്ട് കേട്ടോ. അങ്ങനെ 4 ഹോളിട്ടുള്ളത്. അത് ഈ ടയറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഹോളിട്ടുണ്ട്. അതിന് ഫിക്സ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനടുത്തുള്ള കയറും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് 50 ഉറുപ്പിയുടെ കയറാണ്. 50 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോന് 1/4 കിലോ കേട്ടോ. അങ്ങനത്തെ കയറാണ് എടുത്തുള്ളത്. പിന്നെ ഈ വലുപ്പം വരുന്നത്, ഈ വീതിയാണ് വരുന്ന കയർ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ തുണിയുടെ കയറിൻ്റെ തലപ്പുണ്ടല്ലോ അത് ഉരുക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കൂർപ്പാക്കി വെച്ചിട്ട് ഉരുക്കിയിട്ട് ഉരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹോളുണ്ടല്ലോ, ഈ ഹോളിൽ കൂടെ ഒരു കാര്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കാര്യം ഇതിന് മുമ്പ് ഞാൻ ചെയ്തപ്പെട്ടിരുന്നു. അപ്പോൾ അത് നല്ല വീതി കൂടിയതാണ്. ഈ ഹോളിങ്ങനെ വിടർന്ന് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തുന്നിയെന്ന് വെച്ചാൽ ഈ ഹോളിൽ നിന്ന് ഈ ഹോളിക്ക് ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈം ഫുള്ള് തുന്നി വന്നിട്ട് ലാസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പോകാമെന്ന് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതല്ല, വേറൊരു മോഡലാണ് തുന്നുന്നത്. ഞാൻ എനിക്ക് തുന്നുമ്പോൾ കാണിച്ചു തരാം. വേറെ മോഡലാണ്. അതപ്പോൾ കാര്യം നമുക്ക് വേസ്റ്റായി വരില്ല, നമുക്ക് സുഖമായിട്ട് നല്ലൊരു ബലം കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തുന്നുന്ന വീഡിയോ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഈ ഫോൺ ബ്ലോഡിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഈ കയറിൻ്റെ ഒരു തല ഞാൻ കെട്ടിയിട്ട് ലൈറ്റർ കൊണ്ട് ഉരുക്കിയാട്ടത്. ലൈറ്റർ കൊണ്ട് ഉരുക്കിയ സെറ്റാക്കി കേട്ടോ. എന്താ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഇനി അപ്പുറത്തെ ഹോളിൽ കൂടെ ഇട്ടാലും അപ്പുറത്തേക്ക് പോരില്ല കേട്ടോ. അങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ടോ. ഫസ്റ്റ് ഇതിൽ കൂടെ ഇട്ടിരുന്നത് എന്താ അടുത്തായിട്ട് ഈ ലൈൻ കേട്ടോ. ഈ ലൈൻ ഇടുന്നു.
അപ്പോൾ ഇതാണ് ടയർ തുന്നിക്കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് രൂപം. അപ്പോൾ ഈ രീതിയിലാണ് ടയർ ഫുള്ള് സെറ്റായിട്ടുള്ള ഫിനിഷിങ് രൂപം എന്ന് പറഞ്ഞത്. അതുപോലെ ബാക്കി വരുന്ന കയറാണ് ഇരിക്കുന്നത്, കാക്കിലെ കയറിൻ്റെ ബാക്കി കയറാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ടയർ എത്രൻ്റെ വലിപ്പമുണ്ടോ അതിനനുസരിച്ചിരിക്കും കയറിൻ്റെ അളവ്. പിന്നെ അതുപോലെ ഇതിൽ കയർ പീസായിട്ടായിരിക്കുന്നത് നോക്കുക. അതായത് നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് വലിച്ച് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കയറാണെങ്കിൽ സുഖമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഈ ടയർ എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് ബോൾട്ട് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ബോൾട്ടുകൾ. ഇപ്പോൾ ബോൾട്ട് വാസർ, ഒരു ബോൾട്ടിൻ്റെ അപ്പുറം വാസർ ഇട്ട് കേട്ടോ. അങ്ങനെയായിട്ട് ഞാനിത് ഇട്ടിട്ട് നെട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗം കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഇതുണ്ടോ, ഈ 4 ഹോളിലായിട്ടാണ് ഇടുന്നത്. അതുപോലെ ഈ 4 ഹോളും ക്ലിയർ ആക്കിയിട്ട് ഇതിൽ വെക്കുക. ഇതാണെന്ന് മറിച്ചിട്ടുണ്ടോ, മറിച്ചിട്ട് പിന്നെ അതല്ല, ഞാൻ ഇതിന് മുമ്പ് ഹോൾട്ട് എങ്ങനെ വെച്ചാൽ ഈ ലൈന് കറക്റ്റായിട്ട് ഹോൾട്ട്, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ അതുപോലെ ഹോൾട്ടാണ് കേട്ടോ കറക്റ്റ് കിട്ടുള്ളൂ. ഫസ്റ്റ് ഇതിനകത്ത് കയറ്റി വെക്കാം കേട്ടോ. ആസറും ബോൾട്ടും കൂടെ കയറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു ബോൾട്ട് ഇങ്ങനെ കയറ്റി വെച്ച് ഇത് കഴിയുന്നതും ഈ ബോൾട്ടുള്ള അടിഭാഗത്തേക്കാണ് കേട്ടോ നല്ലത്. എന്താ വെച്ചാൽ ടൈറ്റ് ചെയ്യാനൊക്കെ തന്നെ സുഖമായിട്ട് വയ്ക്കുക. നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് വേണ്ട ടൈറ്റ് ചെയ്യാൻ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ.